വിദ്യാർത്ഥികളെ, അറബിക്ക് ഫുൾ മാർക്ക് വാങ്ങലാണ് നമ്മുടെ ലക്ഷ്യം. അതിനുള്ള വീഡിയോസാണ് നാം ചെയ്യുന്നത്. നല്ല രീതിയിൽ പഠിക്കുക. വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതിൽ ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. ഓക്കെ, നമുക്കൊന്ന് നോക്കാം അല്ലേ? ചോദ്യങ്ങൾ നോക്കാം. ഇത് പാർട്ട് 3 ജറിൻ്റെ ഹർഫുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. പ്രധാനമായിട്ടും ജറിൻ്റെ ഹർഫുകൾ എന്ന് പറഞ്ഞാൽ മിൻ, ഇല, അൻ, അല, ഫി, ബി, ലി ഇവയൊക്കെയാണ് ജറിൻ്റെ ഹർഫുകൾ. ഏതൊക്കെയാണ്? മിൻ, ഇല, അൻ, അല, ഫി, ബി, ലി എന്നിവയാണ് ജറിൻ്റെ ഹർഫുകൾ. ഈ ജറിൻ്റെ ഹർഫുകൾ ഒരു ഇസ്മിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ ആ ഇസ്മിനിക്ക് ജറ് ചെയ്യപ്പെടും. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. നാം പറഞ്ഞ മിൻ, ഇല, അൻ, അല, ഫി, ബി, ലി എന്നിവ ഒരു ഇസ്മിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ ആ ഇസ്മിനിക്ക് ജറ് ചെയ്യപ്പെടും. ഉദാഹരണം പറഞ്ഞാൽ അൽ കുർസിയ അല്ലെങ്കിൽ കുർസിയ എന്നുള്ള ഒരു ഇസ്മ, ആ ഇസ്മിന് മുമ്പ് അല എന്നുള്ള ജറിൻ്റെ ഹർഫ് വന്നു കഴിഞ്ഞാൽ ഈ കുർസിയനിക്ക് എന്ത് പേര് പറയും? അൽ കുർസിയി എന്ന് വരും, ജറായിരിക്കും, കുർസിയി. അതേപോലെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. അലാഖാത്ത് എന്നുള്ള പദം ഒന്ന് പഠിച്ചു വെച്ചോ. അലാഖാത്ത്, ഈ അലാഖാത്ത് എന്നുള്ള ഇസ്മിനിക്ക് മുമ്പ് അൻ എന്നുള്ള ജറിൻ്റെ ഹർഫ് വന്നാൽ അലാഖാത്തിനിക്ക് അലാഖാത്തി എന്ന് പറയും. ഒരു ഉദാഹരണം കൂടി പറയാം. കുല്ലിയത്ത്, കുല്ലിയത്ത് എന്നുള്ള ഇസ്മിന് മുമ്പ് മിൻ എന്ന ഹർഫ്, ജറിൻ്റെ ഹർഫ് വന്നു കഴിഞ്ഞാൽ കുല്ലിയത്തി എന്നാണ് പറയുക. ഒരു ഉദാഹരണം കൂടി പറയാം. മഹദ് എന്നുള്ള ഒരു ഇസ്മിന് മുമ്പ് ഫി എന്നുള്ള പദം വന്നു കഴിഞ്ഞാൽ മഹദ് എന്നതിനിക്ക് ഫിൽ മഹദി എന്നാണ് പറയുക. ചോദ്യം നോക്കൂ നിങ്ങൾ. ജലസൽ വാലിദു, പിതാവ് ഇരുന്നു. കുർസീൻ്റെ മേലിരുന്നു എന്നാണ്, കസേരയുടെ മേലിരുന്നു. ഇവിടെ അല എന്നുള്ള ജറിൻ്റെ ഹർഫ് വന്നപ്പോൾ ആൻസർ ഏതാണ്? കുർസിയ എന്നാണോ, കുർസിയു എന്നാണോ, കുർസിയി എന്നാണോ? ഏതാണ് ആൻസർ? കുർസിയി എന്നാണ് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മനസ്സിലാകുന്നില്ല എങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. ഓക്കെ, രണ്ടായാലും കമൻറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട് എന്ന് പറയണം, ഇല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്ന് പറയണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഇനി അടുത്ത ചോദ്യം ഇന്നാഹവാത്താണ്. ഇന്നാഹവാത്ത് പറഞ്ഞാൽ ഇന്ന, അന്ന, കന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. ഇന്ന, അന്ന, കന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഇനി ഇതിന് വേറൊരു സമയം കണ്ടെത്തരുത്, കൂടെ തന്നെ പഠിച്ചു പോകണം, അല്ലെങ്കിൽ വെറുതെ ആവും ഈ കാണലൊക്കെ. അപ്പോൾ ഇന്നഹവാത്ത് പറഞ്ഞാൽ ഇന്ന, അന്ന, കന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. ഈ ഇന്നഹവാത്ത് ഇന്ന വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ വാക്കിന്, അതായത് മുബ്തദയിനിക്ക് നസ്ബായിരിക്കും, അല്ലെങ്കിൽ ഫതഹ് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ തൽക്കാലം. അതിൻ്റെ ഖബറിനിക്ക്, ഖബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മുബ്തദ ആയിട്ടുള്ള കാര്യത്തിന് നസ്ബ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഉള്ള വാർത്തകളാണ് ഖബർ എന്ന് പറയുന്നത്. ഇതിനിക്ക്, ഈ ഖബറിനിക്ക് റഫായിരിക്കും, ലൊമ്മായിരിക്കും. ഇത്ര മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിക്കോ, ഇന്ന വന്നു കഴിഞ്ഞാൽ, ഇന്നയോ അന്നയോ കന്നയോ ലാക്കിന്നയോ ലൈത്ത ലഅല്ല വന്നു കഴിഞ്ഞാൽ അടുത്ത പദം, അതായത് മുബ്തദഇനിക്ക് നസ്ബ്, രണ്ടാമത്തെ പദത്തിന് റഫ്, ലൊമ്മ്. ക്ലിയർ അല്ലേ? ഉദാഹരണം നോക്കാം. അള്ളാഹു ഗഫൂർ, അള്ളാഹു പുറത്തു തരുന്നവരാണ്. ഇതിൽ ഇന്നഹവാത്ത് കടന്നു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ ഇന്ന വന്നു കഴിഞ്ഞാൽ അള്ളാ എന്ന അടുത്ത പദം മുബ്തദഇനിക്ക് നസ്ബായിരിക്കും, ഇന്നല്ലാഹ. അടുത്തത് ഖബറാണ് വരിക, അതിന് റഫായിരിക്കും, ഗഫൂറുൻ.
ഒരു ഉദാഹരണം നിങ്ങൾ പഠിച്ചു വെക്കുന്നു. ഇന്നല്ലാഹ ഗഫൂറുൻ. ഇതേപോലെ തന്നെ ആയിരിക്കും അന്ന വന്നാലും കന്ന വന്നാലും ലാക്കിന്ന വന്നാലും ലൈത്ത വന്നാലും ലഅല്ല വന്നാലും ഒക്കെ ഇതേ സ്ഥിതി തന്നെ. ഇംതിഹാനു ഖരീബുൻ, പരീക്ഷ അടുത്താണ്. അപ്പോൾ ഇതിൽ അന്ന വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാറ്റം വരിക? മുബ്തദനിക്ക് നസ്ബായിരിക്കും, അതിൻ്റെ ഖബറിനക്ക് റഫായിരിക്കും. അലിംതു, ഞാൻ അറിഞ്ഞു. അന്ന വന്നുട്ടാ, അന്നൽ ഇംതിഹാന, തീർച്ചയായും പരീക്ഷ ഖരീബുൻ. അപ്പോൾ അന്ന വന്നതുകൊണ്ട് ഇംതിഹാന എന്നായി, നസ്ബായി. അടുത്തതിന് അതിന് ഖബറിനക്ക് റഫായി, ഖരീബുൻ. പിന്നെന്താ അടുത്ത ചോദ്യം? അൽ ഉമ്മു മദ്രസത്തുൻ എന്നതിൽ കഅന്ന വന്നു. അപ്പോൾ എങ്ങനെ പറയാം? കഅന്ന വന്നതുകൊണ്ട് ശേഷം വരുന്ന ഉമ്മു എന്ന പദനിക്ക് ഉമ്മ എന്നായി, മദ്രസത്തുൻ. ഓക്കെ. അൽ ബൈത്തു ഖദീമുൻ എന്നതിന് ശേഷം ലാക്കിന്ന വന്നു. ലാക്കിന്ന ഇന്നഖവാത്താണ്, അതുകൊണ്ട് തന്നെ അടുത്ത പദമായിട്ടുള്ള മുബ്തദ എനിക്ക് നസ്ബായിരിക്കും. ലാക്കിന്നൽ അസാസ, ശേഷം വരുന്ന ഖബർ ജദീദ്, അതിനിക്ക് റഫായിരിക്കും, ജദീദുൻ. അൻ നസ്റു ഖരീബുൻ എന്നതിനിക്ക് ലഅല്ല വന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ലഅല്ല എന്നുള്ളത് ഇന്നഖവാത്താണ്. ലഅല്ല വന്നുകൊണ്ട് അടുത്ത പദമായിട്ടുള്ള മുബ്തദ എനിക്ക് അൻ നസ്റ, നസ്റ, നസ്രീന്നോ നസ്റൂന്നോ വരൂല. ഓക്കെ. ഖരീബുൻ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം അശ്ശബാബു റാജിഉൻ എന്നതിൽ ലഅല്ല വന്നു. ലഅല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇന്നാഖവാത്താണെന്ന് മനസ്സിലാക്കണം. ലഅല്ല വന്നുകൊണ്ട് അശ്ശബാബു എന്നതിനിക്ക് നസ്ബാണ് ചെയ്യുക, അശ്ശബാബയായി. റാജിഉൻ എന്നുള്ളതിനിക്ക് റഫും. അപ്പോൾ ലഅല്ല ശബാബ റാജിഉൻ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഉദാഹരണം പഠിച്ചു നോക്കുക. ഇന്നല്ലാഹ ഗഫൂറുൻ, ഇന്നഖവാത്ത് വന്നു. അപ്പോൾ അള്ളാഹു എന്നതിനിക്ക് നസ്ബ്, ഇന്നല്ലാഹ. അടുത്തതിൻ്റെ ഖബർ, അതിന് റഫും, ഗഫൂറുൻ. ഓക്കെ. ഇനി ഒരു ചോദ്യം നോക്കൂ. അലിംതു അന്നൽ ഇംതിഹാന ഖരീബുൻ. നിങ്ങൾ ഇത് എഴുതുമ്പോൾ ഹറക്കത്ത് എന്തായാലും ഇടണം കേട്ടോ, അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഹറക്കത്ത് നിർബന്ധമാണ്. ചിലർ ഹർക്കത്തിടല്ല. അപ്പോൾ അങ്ങനത്തെ ഗ്രാമർ പാർട്ട് വരുമ്പോൾ മാലി മുതാരി അമ്ര നഹിയെ ഒക്കെ എഴുതുമ്പോഴൊക്കെ ഹർക്കത്ത് നിർബന്ധമാണ്. ചിലർ അങ്ങനെ എഴുതാറില്ല, ഏതെങ്കിലും ഒരു മാർക്ക് പോലും ലഭിക്കില്ല. ഓക്കെ. അലിംതു അന്നൽ ഇംതിഹാന ഖരീബുൻ. ലഅല്ലൻ നസ്റ എന്താണ്? ഖരീബുൻ. ഓക്കെ. ക്ലിയർ അല്ലേ? കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണിത്. അള്ളാഹു ഗഫൂറുൻ എന്നതിൽ ഇന്നഖവാത്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരിക എന്ന് ഇതിൻ്റെ ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇംതിഹാനു ഖരീബുൻ. അപ്പോൾ ലഅല്ലൽ ഇംതിഹാന ഖരീബുൻ. ലൈത്ത വന്നു, ലൈത്ത ശബാബ റാജിഉൻ. ക്ലിയർ അല്ലേ? മനസ്സിലായിട്ടുണ്ടല്ലോ? അഥവാ ഇത് പിന്നെ ഒന്നോ രണ്ടോ ഉദാഹരണം കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഫുൾ കാണാൻ നിൽക്കരുത്, പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കുക. ഓക്കെ. അടുത്തത് ട്രാൻസ്ലേഷനാണ്. എന്തായാലും പഠിച്ചു വെക്കണം, എന്തായാലും എക്സാമിനുണ്ടാവും. 2 ചോദ്യം ഉണ്ടാവും. ഒന്ന് അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാനും ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ടാവും. ഓക്കെ. നമുക്കിതൊരു ചെറിയ ട്രാൻസ്ലേഷനാണ്, നമുക്ക് നോക്കാം. ദിസ് ഈസ് അലി, ഹാദ അലി, ഇത് അലിയാണ്. ഹീസ് മൈ ഫ്രണ്ട്, അവൻ എൻ്റെ സുഹൃത്താണ്. ഹുവ സദീഖി, അവൻ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു, ഹാദ അലി, ദിസ് ഈസ് അലി, ഹീസ് മൈ ഫ്രണ്ട്, അവൻ എൻ്റെ സുഹൃത്താണ്. ഹുവ സദീഖി, അവൻ എൻ്റെ കൂട്ടുകാരനാണ്. അലി ഹാസ് 2 ബ്രദേഴ്സ് ആൻഡ് എ സിസ്റ്റർ, അലിക്ക് 2 സഹോദരന്മാരും 1 സഹോദരിയുമുണ്ട്. ലി അലിയിൻ അഖവാനി വ ഉഖ്തുൻ, ലി അലിയിൻ അലിക്കുണ്ട്. അഖവാൻ 2 ബ്രദേഴ്സ് 2 സഹോദരങ്ങൾ, വ ഉഖ്തുൻ ആൻഡ് എ സിസ്റ്റർ. വാലിദുഹു തൊബീബുൻ, ഹിസ് ഫാദർ ഈസ് എ ഡോക്ടർ. അപ്പോൾ ഇവിടെയൊക്കെ മാറ്റം വരും. ചിലപ്പോൾ ഹിസ് ഫാദർ ഈസ് എ എൻജിനീയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? വാലിദുഹു മുഹന്ദിസുൻ. ഹിസ് ഫാദർ ഈസ് എ അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പിന്നെ എഴുതാം? വാലിദുഹു മുഹാസബുൻ. ഇനി അടുത്തത് ഹിസ് ഫാദർ ഈസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ
വാലിദുഹു മുദരിസുൻ. അറിയാലോ. ഇനി ആൻഡ് ഹിസ് മദർ ഈസ് എ ടീച്ചർ വ ഉമ്മുഹു മുദരിസത്തുൻ. ചിലപ്പോൾ മദർ ഈസ് ഹോം മേക്കർ, ഹൗസ് വൈഫ് എന്ന കാര്യം ചോദിക്കുക. അപ്പോൾ വ ഉമ്മുഹു റബ്ബത്തുൽ ബൈത്ത് എന്ന് എഴുതാം. യഖ്ദിമൂന നാസ ഫിൽ മുജ്തമഇ, അല്ലേ? ദേ സെർവ് ദ പീപ്പിൾ ഇൻ ദി സൊസൈറ്റി. അവർ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നു. ഓക്കെ, എന്തായാലും ട്രാൻസ്ലേഷൻ എന്തായാലും വരും. ചിലപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റേതാകാം, ചിലപ്പോൾ പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും പഠിച്ചു വെക്കണം, അറബി ഭാഷയുടേതാവാം. ഓക്കെ, ട്രാൻസ്ലേഷന് നിങ്ങളുടെ അടുത്തുണ്ടല്ലോ, PDF ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ പഠിക്കുക. വിജയൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. അത് ഒരിക്കൽ കൂടി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ. അടുത്ത വീഡിയോ ആവശ്യമെങ്കിൽ ചെയ്യാം, നോ പ്രോബ്ലം. നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.